രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിച്ച ആയങ്കിയെ പൊക്കാൻ സാക്ഷാൽ ഷൗക്കത്ത് അലി തന്നെ ഇറങ്ങിയേക്കും. മുടക്കുഴി മലയിലേക്ക് വീണ്ടും ഒരു ഓപ്പറേഷൻ വേണ്ടിവരുമോ? അതിനായി കോഴിക്കോട് കമ്മീഷണറേറ്റിൽ ഷൗക്കത്ത് അലി വയ്ക്കുന്ന ആയങ്കിക്കണിയിൽ ഭയന്ന് തൃശ്ശൂരിൽ നിന്ന് ആയങ്കി മുങ്ങിയത് എങ്ങോട്ട് എന്ന ചോദ്യമുയരുകയാണ്. പിണറായി വിജയന്റെ ശിക്ഷണത്തിൽ തഴച്ചു വളർന്ന ഗുണ്ടകൾ ആഭ്യന്തരമന്ത്രിയെ തന്നെ വെല്ലുവിളിക്കുമ്പോൾ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ആത്മാഭിമാനമുള്ള പോലീസുകാർക്ക് കഴിയില്ല. എന്തു ചെയ്യാൻ? പിണറായി ഭക്തന്മാർ ശീലിച്ചു പോയ ചില നടപടിക്രമങ്ങളിൽ ഗുണ്ടകളെ പിടിക്കാൻ അവർക്ക് ഭയമാണ്. എന്നാൽ അർജുൻ ആയങ്കിയിൽ പരീക്ഷണം നടത്തുന്ന പിണറായിയുടെ ഗുണ്ടകൾക്ക് തുടക്കത്തിൽ തന്നെ പൂട്ടിടാൻ സാക്ഷാൽ ഷൗക്കത്ത് അലി IPS തന്നെ എത്തുകയാണ്. നമുക്കറിയാം, 1995 1-ാം റാങ്കോടെ കേരള പോലീസ് SI ആയി നിയമിതനായ ഷൗക്കത്ത് അലി 2014 ദേശീയ അന്വേഷണ ഏജൻസിയിലെത്തി. TP ചന്ദ്രശേഖരൻ വധക്കേസ്, കേരളത്തിലെ സ്വർണ്ണക്കടത്ത് കേസ് എന്നീ പ്രമാദമായ കേസന്വേഷണങ്ങളിൽ ഇദ്ദേഹം പ്രധാനിയായിരുന്നു. കനകമല കേസ്, തമിഴ്നാട്ടിലെ ഭീകരവാദ കേസുകൾ, പാരീസ് ഭീകരാക്രമണ കേസിൽ ഫ്രഞ്ച് ഏജൻസികളുമായി ചേർന്നുള്ള അന്വേഷണം എന്നിവയിലൊക്കെ ഇദ്ദേഹം കഴിവ് തെളിയിച്ച ഒരു IPS ഓഫീസറാണ്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റായി ഇദ്ദേഹം അറിയപ്പെടുന്നു. 2020 സ്വർണ്ണക്കടത്ത് കേസിൽ ചുമതല ഏറ്റെടുത്ത് 24 മണിക്കൂറിനുള്ളിൽ മുഖ്യപ്രതികളെ സ്വപ്ന സുരേഷിനെയും സന്ദീപിനെയും അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തലശ്ശേരി DYSP ആയിരുന്ന സമയത്താണ് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ കൊടിസുനി, ഷാഫി, കിർമാണി മനോജ് എന്നിവരെയും CPM നേതാക്കളായ PK കുഞ്ഞനന്ദനെയും മോഹനം മാസ്റ്ററെയും അറസ്റ്റ് ചെയ്ത് കേരള പോലീസ് ചരിത്രത്തിൻ്റെ താളുകളിൽ സുവർണ ലിപികളിലാണത് എഴുതി ചേർത്തിട്ടുള്ളത്. ഇവിടെ കേരള പോലീസിൻ്റെയും ആഭ്യന്തരമന്ത്രിയുടെയും അഭിമാനത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കേസ് പ്രതി, സൈബർ ഇടങ്ങളിലെ മുൻ പോരാളി അർജുൻ ആയങ്കി തൃശ്ശൂരിൽ നിന്നും മുങ്ങിയതോടെ സംസ്ഥാന പോലീസ് വീണ്ടും വലിയൊരു റെയ്ഡിന് പദ്ധതി തയ്യാറാക്കുന്നു. തൃശ്ശൂരിൽ വെച്ച് പോലീസ് സാന്നിധ്യം തിരിച്ചറിഞ്ഞ് രക്ഷപ്പെട്ട ആയങ്കി ഇനി എങ്ങോട്ട് പോയി എന്ന ചോദ്യത്തിന് അന്വേഷണ സംഘത്തിൻ്റെ പക്കൽ വ്യക്തമായ ചില സൂചനകളുണ്ട്. കണ്ണൂരിലെ വിശ്വസ്തരായ പാർട്ടി അണികളുടെ സംരക്ഷണത്തിലേക്ക് ഇയാൾ മാറിയെന്ന നിഗമനത്തിലാണ് കോഴിക്കോട് പോലീസ് എത്തി നിൽക്കുന്നത്. കണ്ണൂരിലെ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ മുടക്കുഴി മലയെന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രാമത്തിൻ്റെ സുരക്ഷിതത്വത്തിലേക്ക് ആയങ്കി മാറിയോ എന്നാണ് പോലീസ് പ്രധാനമായും സംശയിക്കുന്നത്. പോലീസിന് പെട്ടെന്ന് കടന്നു ചെല്ലാൻ സാധിക്കാത്ത, പാർട്ടി അണികളുടെ അതിശക്തമായ നിരീക്ഷണ വലയമുള്ള ഒരു പ്രദേശത്തേക്ക് മാറുന്നതിലൂടെ താൽക്കാലിക രക്ഷപ്പെടൽ മാത്രമാണ് ആയങ്കി ലക്ഷ്യമിടുന്നത്. മുൻപും സമാനമായ രീതിയിൽ ഒളിത്താവളങ്ങൾ മാറിയ ചരിത്രം ഈ ഗുണ്ടാ നേതാവിനുണ്ട്. എന്നാൽ മുടക്കുഴി മല എന്ന പ്രതിരോധ കോട്ട തകർത്ത ചരിത്രമാണ് ഷൗക്കത്ത് അലി IPSൻ്റേത്. TP ചന്ദ്രശേഖരൻ കേസ് അന്വേഷണ വേളയിൽ തോക്കുകളും മാരകായുധങ്ങളുമായി ഒളിവിലിരുന്ന കൊടിസുനി, കിർമാണി മനോജ്, ഷാഫി തുടങ്ങിയ കൊടും കുറ്റവാളികളെ മുടക്കുഴി മലകളിൽ കയറി ചോര ചിന്താതെ പിടികൂടിയ ഷൗക്കത്ത് അലിയുടെ യുദ്ധതന്ത്രം കേരള പോലീസ് ചരിത്രത്തിലെ നാഴികക്കല്ലാണ്. സാഹസികതയും കൃത്യമായ രഹസ്യാന്വേഷണം എടുക്കും ഒന്നിക്കുന്ന അതേ ഷൗക്കത്ത് അലി അർജുൻ ആയങ്കിയെയും പിന്തുടർന്നാൽ കളി മാറുമെന്നുറപ്പാണ്. കണ്ണൂരിലേക്ക് കടന്നാൽ പോലീസിന് മുന്നിൽ വീണ്ടും ഒരു മുടക്കുഴിമല ഓപ്പറേഷൻ വേണ്ടിവരുമോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. എത്ര പ്രതികൂല സാഹചര്യമായാലും, പാർട്ടി ഗ്രാമങ്ങളുടെ പ്രതിരോധ മതിൽ കെട്ടിയാലും അതിനുള്ളിൽ കയറി പ്രതിയെ പിടികൂടാൻ ഷൗക്കത്ത് അലിക്ക് ഒട്ടും മടിയില്ല എന്ന് മുൻ അനുഭവങ്ങൾ തെളിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ആയങ്കിക്ക് ഒളിച്ചിരിക്കുക അത്ര എളുപ്പമാകില്ല. ആയങ്കിയെ പിടികൂടാൻ സഹായിക്കുന്നവർക്കോ ഒളിത്താവളങ്ങൾ ഒരുക്കുന്നവർക്കോ കടുത്ത നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് പോലീസ് ഇപ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബിനാമി ഇടപാടുകളും സാമ്പത്തിക സ്രോതസ്സുകളും ഇതിനോടകം തന്നെ നിരീക്ഷണത്തിലാണ്. ആയങ്കിക്ക് പണം എത്തിച്ച് നൽകുന്ന ശൃംഖല തകർത്താൽ തന്നെ ഇയാൾക്ക് അധിക നാൾ ഒളിവിലിരിക്കാൻ കഴിയില്ല എന്നുറപ്പാണ്. തൃശ്ശൂരിലെ ഒളിത്താവളം ഉപേക്ഷിച്ച് വടക്കൻ കേരളത്തിലേക്ക് പാഞ്ഞ ആയങ്കി ഇപ്പോൾ ഷൗക്കത്ത് അലിയുടെ കണ്ണിൽ നിന്നും മാറി നടക്കുകയാണ്. എന്നാൽ വേട്ടക്കാരൻ്റെ മണം പിടിച്ചിരയിലേക്ക് എത്തുന്നതിൽ അസാധാരണ വൈഭവമുള്ള ഷൗക്കത്ത് അലിയുടെ കയ്യിൽ നിന്നും ആയങ്കിക്ക് എത്ര നാൾ രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് കണ്ടറിയേണ്ടത്. നമുക്ക് കാത്തിരിക്കാം കോഴിക്കോട് കമ്മീഷണറേറ്റിൽ നിന്നുള്ള ആ നിർണായക തീരുമാനത്തിന് വേണ്ടി.